കൊച്ചിയിലെ ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിലെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിയുടെ ഇടപെടൽ. ജില്ലാ കലക്ടർ മാത്രം വിചാരിച്ചാൽ വെള്ളക്കെട്ട് മാറില്ല, അതിന് കൂട്ടായ പരിശ്രമം വേണം. വെള്ളക്കെട്ടിന് കാരണം കണ്ടെത്താൻ കോർപ്പറേഷൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ശ്രീകാന്ത്, എന്ത് തരത്തിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? എന്ത് നടപടിയാണ് ഇതിന്റെ ഭാഗമായി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഗവേഷൻ കൊച്ചിയിലെ വെള്ളം ഒഴിവാക്കാനായി ഹോട്ട്സ്പോട്ടുകളായ കാനകൾ ശുചീകരിച്ചെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, മുല്ലശ്ശേരി കനാലിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്താൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന 15ഓളം സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമമുണ്ടാകണമെന്നും കോടതി പറയുന്നു. നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രവർത്തനങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിന് ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി, അമിക്കസ് ക്യൂറി എന്നിവരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ കോടതി പറഞ്ഞത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം, ജില്ലാ കളക്ടർക്ക് മാത്രമായി ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനാകില്ല, ഓടകളിലെ ജല ഒഴുക്ക് അത് സുഗമമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും കോർപ്പറേഷനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.